Thank you, friends, for joining in this live. Thank you for watching. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് യോഗത്തിലെ ചില അനാശാസ്യ നടപടികളെ കുറിച്ച് ലൈവ് ചർച്ച ചെയ്യുകയുണ്ടായി. അതേക്കുറിച്ചാണ് ഇന്ന് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മുടെ ആവശ്യങ്ങളെ, ആവലാതികളെ, ബലഹീനതകളെ ഒക്കെ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുക. ഇതൊക്കെ പുരാതന കാലം മുതൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. പുരാതനമായ മതങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളുണ്ട്. ക്രിസ്ത്യാനിത്വത്തെ ഇതര മത ചിന്തകളിൽ നിന്നും ഗോത്രീയ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവല്ലയിൽ നടന്ന ഒരു പെന്തക്കോസ്ത് യോഗത്തിന്റെ ഏതാനും ദൃശ്യങ്ങൾ കണ്ടു. അതില് അവിടെ ആ ശുശ്രൂഷ നയിച്ച റജി ശാസ്താംകോട്ട എന്ന പാസ്റ്റർ പിറ്റേ ദിവസം അതിന് സമാനമോ അല്ല അതിനേക്കാൾ കുറെ അതുക്കും മീതെ എന്ന് പറയത്തക്ക വിധത്തിൽ PC ചെറിയാൻ എന്ന് പറയുന്ന പാസ്റ്ററുടെ പ്രകടനം ഉണ്ടായിരുന്നു. നിങ്ങൾ
താല്പര്യമുള്ളവർക്ക് വേണേൽ അത് പോയി കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഞാനിതിവിടെ പ്ലേ ചെയ്യുന്നില്ല. ഞാൻ ഒരു വ്യക്തിയെ മാത്രമല്ല പറയുന്നത്, പൊതുവെയുള്ള പെന്തക്കോസ്ത് പ്രവണതയാണ്. എന്നാൽ ഈ പെന്തക്കോസ്ത് പ്രവണതകളെ കുറിച്ച് നമ്മൾ പറയുന്നതിന്റെ കാരണം ഉത്തമവും ഉദാത്തവുമായ ക്രിസ്തീയ ആരാധനയുടെ മാതൃക നൂറ്റാണ്ടുകളോളം നിലനിന്ന സുറിയാനി സഭയുടെ കേരളത്തിലെ ഇന്നത്തെ ദുസ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുവാനാണ്. ദൈവശാസ്ത്രപരമായും ആരാധനാപരമായും പിന്നെ ഒരു മണി അടിക്കട്ടെ. ദൈവശാസ്ത്രപരമായും ആരാധനാപരമായും ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് സുറിയാനി സഭയുടേത്. ഞാൻ അത് പലപ്പോഴും അതിൽ അഭിമാനപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. ഈ കൊഹനെ ഞായറാഴ്ചയുടെ ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ അതിനകത്ത് കമന്റ് ഇട്ട്, ചില ആളുകൾ പരിഭവം കാണിച്ചു. അപ്പൊ അത് ഞാൻ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിനെതിരായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കമന്റ് ഇട്ടു. വേറെ ഒരാള് മലങ്കര റീത്ത് സഭയിൽപ്പെട്ട വ്യക്തി വളരെ ദുഃഖം തോന്നി ഞങ്ങളുടെ സഭയ്ക്കെതിരെ. ഇത് ഞാൻ സത്യത്തിൽ മലങ്കര റീത്തിനോ മലങ്കര ഇന്ത്യൻ ഓർത്തഡോക്സിനോ ഒന്നും എതിരായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒറിജിനലി ഈ ട്രഡിഷൻ ബിലോങ്സ് ടു ദ സിറിയൻ ചർച്ച്. അതിനെന്തിനാണ് വിഷമിക്കുന്നത്? ഇത് മലങ്കരയിൽ ഉണ്ടായിട്ടുള്ള ഒരു പാരമ്പര്യമല്ല. ഇപ്പൊ നമ്മളൊരു ലിറ്റർജി എടുത്ത് ഇപ്പൊ ഒരു സോങ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എടുത്തു വെക്കുക, എന്നിട്ട് ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ ആണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ ഉണ്ടായതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനയാണ് നിശ്ചയമായിട്ടും 100%. കാരണം MOC പബ്ലിക്കേഷൻസിന്റെ ബുക്കിലാണ് ആ പ്രാർത്ഥനയുള്ളത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനയാണ് നിശ്ചയമായിട്ടാണ്. അതേ പ്രാർത്ഥന മലങ്കര റീത്ത് സഭ, സിറിയൻ കാത്തലിക് ചർച്ചിന്റെ ഒരു പ്രാർത്ഥന, അത് അവരുടേതാണെന്ന് അവർ ആണ്, 100% ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിലുണ്ടായിട്ടുള്ളതല്ല. ഈ ലിറ്റർജിയിൽ ഒരു കോൺട്രിബ്യൂഷനും കേരളത്തിൽ നിന്നില്ല. പറഞ്ഞു മനസ്സിലായോ? ഇത് ഈ ലിറ്റർജികൾ ആലപിക്കുന്നതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു ഏമ്പക്കമോ ഒരു എക്കിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശബ്ദം വല്ലോ ഈ ആലപിക്കുന്നവരിൽ നിന്ന് പുറപ്പെട്ടാൽ അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ആയിട്ട്. ബാക്കി മുഴുവൻ ഇത് സുറിയാനി സഭയുടേതാണ്. അപ്പൊ അതിന് ഡ്യൂ റെസ്പെക്ട് കൊടുക്കുക, അതിനെ അക്നോളജ് ചെയ്യുക. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ആരാധനാക്രമമാകട്ടെ, ഈ നോമ്പുകളാകട്ടെ, ഈ പ്രാർത്ഥനകളാകട്ടെ, ഇതൊന്നും പിന്നെ ഞാൻ തോമസ് ലീഗയ്ക്ക് എതിരായിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വരും. എന്താണ് തോമസ് ലീഗ? തോമസ് ലീഗ ഓർത്തഡോക്സുകാരനും പത്രോസ് ലീഗ യാക്കോക്കാരനും എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് തോമസ് ലീഗ എന്നാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ചേർന്നെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തോ സ്ഥാപിക്കാൻ വേണ്ടി ഒരു മെത്രാച്ചൻ തോമസ് ലീഗയെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇവർക്ക് തോന്നുകയാണ് തോമസ് ലീഗ ദേവലോകത്തിരിക്കുകയാണെന്നോ, അല്ലെങ്കിൽ തോമസ് ലീഗ കഞ്ഞിക്കുഴിയിൽ അപ്പാർട്ട്മെന്റ് താമസിക്കായിരുന്നോ ഒക്കെ. കാരണം ഇതാണ് ഈ ചരിത്രത്തിന്റെ അപനിർമ്മിതിയാണ്. ഈ ജൂലൈ 3 എന്ന് പറഞ്ഞാല് തോമസ് ലീഹായുടെ തിരുശേഷിപ്പുകൾ എഡേസയിൽ എത്തിച്ചേർന്ന ദിവസം എഡേസ പട്ടണവാസികൾക്കുണ്ടായ വലിയ സന്തോഷത്തിന്റെ ഓർമ്മയാണ്. തോമസ് ലീഹയുടെ ദുഃഖറോന് തോമസ് ലീഹ കൊല്ലപ്പെട്ട ദിവസമൊന്നുമല്ല. ജൂലൈ 3 സുറിയാനി സഭയുടെ സെലിബ്രേഷനാണ്. ജൂലൈ 3 അത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ നല്ലത്. ജൂലൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ലീഹയുടെ തിരുശേഷിപ്പുകൾ എഡേസ പട്ടണത്തിൽ എത്തിച്ചേർന്നപ്പോൾ എഡേസ പട്ടണവാസികൾക്ക് വലിയ സന്തോഷമുണ്ടായി. അവര് സെലിബ്രേറ്റ് ചെയ്തു. സത്യത്തിൽ ഇന്ത്യൻ ഒറിജിൻ സഭയാണ് എന്ന് പറയുന്നവർ ജൂലൈ 3 കരിദിനമായിട്ട് ആചരിക്കണം. സെലിബ്രേറ്റ് ചെയ്യരുത്, കരിദിനമായിട്ട് ആചരിക്കണം. കാരണം ഞങ്ങളുടെ തോമസ് ലീഹയുടെ തിരിച്ചു ഇവിടുന്ന് കൊണ്ടുപോയി
ഇവിടെ ഇരുന്ന് തിരിശേഷിപ്പ് അവിടെ ചെന്നതിൽ ആ സഭ ആഘോഷിക്കുന്നതിനാ ഇവിടെ ആഘോഷിക്കുന്നത്. കാരണം മലങ്കരയിൽ സഭ സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകമായതുകൊണ്ടാണ് അത് ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ അത് ആഘോഷിക്കരുതെന്ന് മാത്രമല്ല, അന്ന് കരിദിനമായിട്ടും പ്രതിഷേധ ദിനമായിട്ടും ആചരിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇന്നലെ എന്റെ ലൈവിന്റെ കീഴെ വന്ന് ഈ കമന്റ് എഴുതിയ ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്. തോമാസ് ലീഹായെ പറ്റി എഴുതിയിട്ടുള്ള ഗീതങ്ങൾ സുറിയാനി സഭയുടേതാണ്. അപ്പൊ ആ സഭയുടെ പാരമ്പര്യം. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ കൊള്ളാവുന്ന ആരുണ്ട്? സഹദേന്മാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞ് എന്നെ ആളുകൾ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം, അതിനൊരു ട്രഡീഷൻ ഇല്ല. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ മാത്രം വിശുദ്ധന്മാരെയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ മാത്രം സഹദേന്മാരെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ആരുണ്ട് സ്വന്തമായിട്ട് ഉള്ളത്? വട്ടശ്ശേരി തിരുമേനിയുണ്ട്, മലങ്കര വർഗീസുണ്ട്, ആനപ്പാപ്പിയുണ്ട്. ഒരു വിശുദ്ധനും 2 സഹതയുണ്ട്. വേറെ ആരുണ്ട്? വേറെ ആരുമില്ല. പരിമല തിരുമേനി പോലും അന്ത്യോക്യ സഭയുടെ സ്വന്തമാണ്. അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും രേഖപ്പെടുത്തി അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്ന് പട്ടം സ്വീകരിച്ച് അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുന്നു എങ്കിൽ എന്റെ പട്ടത്വം സ്വയമേ ഉരിയപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി അത് 2 സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിച്ച് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് വെച്ച വിശുദ്ധനാണ് പരിമല തിരുമേനി. പരിമല തിരുമേനിക്ക് പട്ടം കൊടുത്തതിനെ പറ്റി പോലും ഇവിടെ മലങ്കര സഭയുടെ അനുവാദം ഇല്ലാതെ കൊടുത്താണെന്നും പാത്രിയർക്കീസിന്റെ ധാർഷ്ട്യമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പാത്രിയർക്കീസിന്റെ ധാർഷ്ട്യമാണെങ്കിൽ ആ ധാർഷ്ട്യത്തിന്റെ അടയാളപ്പെടുത്തലാണ് പരിമലയിൽ ഇന്നും കൂടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നിന്ന് അനേകർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സ്വന്തമായിട്ടൊരു വിശുദ്ധനെ ഉണ്ടാക്കിയല്ലോ. വട്ടശ്ശേരി തിരുമേനിയുടെ കബറിടത്തിൽ ആരാണ് കൂടുന്നത്? ആരെങ്കിലും കൂടുന്നുണ്ടോ? തിങ്ക് ലൗഡ്, ഉറക്ക ചിന്തിക്ക്. ഞാൻ പറഞ്ഞു വരുന്ന എനിക്കെതിരെ എഴുതുന്ന ഓരോ കമന്റുകളും ഞാൻ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇത് കമന്റ് എഴുതുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞത് ഈ സഭയുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്ന പ്രാർത്ഥനകളും പാടുന്ന ഗീതങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്ന ദൈവശാസ്ത്രവും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ആരാധനാക്രമവും ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുറിയാനി സഭയുടേതാണ്. മൂശെ ബർ കീപ്പ എന്ന് പറയുന്ന സഭാപിതാവുണ്ട്. അപ്പൊ 11-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ. മൂശെ ബർ കീപ്പയാണ് ഈ വിശുദ്ധ കുർബാന ക്രമം ഇന്നത്തെ രീതിയിൽ ചിട്ടപ്പെടുത്തിയത്. അത് ചിട്ടപ്പെടുത്തിയിട്ട് എത്ര വർഷമായി? 11 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇത് 1912 സ്ഥാപിക്കപ്പെട്ട കാതോലിക്കേറ്റിന്റെ പിന്നിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? കമന്റുകൾ എഴുതുകയാണ്. അപ്പൊ ഈ തലമറന്ന് എണ്ണ തേക്കരുത്. അതുകൊണ്ട് എൻ്റെ ഈ ചാനലിന്റെ കീഴിൽ കമന്റ് എഴുതിയ കൊച്ചു പിള്ളേർക്ക് പ്രായം കാണുമായിരിക്കും, പക്ഷെ തീരെ ശിശുക്കളാണ്. അതുകൊണ്ട് അവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇതൊന്നും അങ്ങനെ വേർതിരിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മലങ്കര റീത്തുകാരാണെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സുകാരാണെങ്കിലും ആരായിരുന്നാലും ഈ ലിറ്റർജിയും ഈ ട്രഡീഷനും എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളതിന് ഡ്യൂ റെസ്പെക്ട് കൊടുക്കുക, അക്നോളജ് ചെയ്യുക. ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെയാണെന്ന് പറയില്ല, ഞങ്ങളുടെ പാരമ്പര്യം അല്ല സുറിയാനി പാരമ്പര്യം അനുസരിച്ചെന്ന് പറയണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു. അല്ലാതെ വിഭാഗീയതൊന്നും അല്ല പറഞ്ഞത്. വിഭാഗീയത അല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. മനസ്സിലായോ? അതൊരു സുറിയാനി ട്രഡീഷനാണ്. മലങ്കരയിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. മലങ്കരയ്ക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പൊ സുറിയാനി പാരമ്പര്യമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ സുറിയാനിയിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ അല്ല, ഞാനൊരു പെന്തക്കോസുകാരനാണ്, വാതൊക്കെ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടല്ലോ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് ചോദിച്ചാൽ, ഈ കമന്റുകൾ എഴുതുന്ന ആളുകൾ, ഇപ്പോഴും എനിക്കൊരു മെസ്സേജ് വന്നു, അതിനോട് ഞാൻ പ്രതികരിച്ചതാണ്. അപ്പൊ കമന്റുകൾ എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കമന്റുകൾ എഴുതുന്നവർ ശ്രദ്ധിച്ച് കമന്റ് എഴുതുക. അപ്പൊ പത്രോസ് ലീഹായും തോമാസ് ലീഹായും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്, സുറിയാനി സഭയുടെ അപ്പോസ്തലന്മാരാണ്, സുറിയാനി സഭയിലെ വിശുദ്ധന്മാരാണ്. അവരുടെ അവർക്ക് 2 പേരുടെയും പേരുള്ള പ്രാർത്ഥനകളൊക്കെ ആ സഭയിലുണ്ട്. അത് യഥോചിതം അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചാൽ, ഈ ആരാധനാക്രമത്തിന്റെ ശ്രേഷ്ഠതയാണ്, ഈ ദൈവശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠതയാണ്. അപ്പൊ ദൈവത്തോടുള്ള ഈ പ്രാർത്ഥനകളെ പറ്റി നമ്മൾ പറഞ്ഞേ. അപ്പൊ പൂർവിക മതങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ ഈ ദൈവത്തെ സംബന്ധിച്ച് ആദ്യം മനുഷ്യനുണ്ടായ വികാരം ഭയമാണ്. ഭയത്തിൽ നിന്ന് ഉളവായിട്ടുള്ള
ഭയത്തോട് കൂടെ വരുന്നൊരു സാധനമുണ്ട്. മസാല ദോശയുടെ കൂടെ ഉഴുന്നുവട വരത്തില്ലേ? അതുപോലെ ഭയത്തിന്റെ കൂടെ വരുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? സംശയം. അല്ല, തിരിച്ച് സംശയം ഭയം ഒരുമിച്ചാണ്. ചേട്ടനും അനിയനോട് വരും. മനസ്സിലായോ? ഭയത്തിന്റെ കൂടെ എന്ത് വരും? സംശയം വരും. അല്ലെങ്കിൽ സംശയത്തിന്റെ കൂടെ എന്ത് വരും? ഭയം വരും. അപ്പോ ഇന്നത്തെ പെന്റക്കോസ്റ്റൽ വേ ഓഫ് പ്രീച്ചിങ് ആൻഡ് പ്രേയിങ്, അതിനെയാണ് ഇന്ന് സുറിയാനിക്കാര് അനുകരിക്കുന്നത്. ഇപ്പം യാക്കോബായക്കാരാണ് കൂടുതൽ അനുകരിക്കുന്നത്. ഞാൻ പലപ്പോഴും അതിനെ ഓർത്തഡോക്സുകാരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പെന്തക്കോസ്തു പ്രവണത കൂടുതൽ ബാധിച്ചത് യാക്കോബായ സഭയാണ്. യാക്കോബായക്കാരുടെ ഇടയിലാണ് അത്തരത്തിലുള്ള ശക്തി കൂട്ടായ്മകൾ, കരിസ്മാറ്റിക് കൂട്ടായ്മകൾ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം, കൈകൊട്ട്, പാട്ട്, ചാട്ടം, അട്ടഹാസം. ഇപ്പം യാക്കോബായക്കാരുടെ പുത്തൻ കുരിശ് കൺവെൻഷനൊക്കെ കാണണം. അപ്പം ആട്ടുമുട്ടന്മാരുടെ മത്സരം പോലെയും കാളക്കച്ചവടം പോലെയും നിങ്ങളുടെ ആരാധന പള്ളികളെ ആക്കി മാറ്റരുതെന്ന് സുറിയാനി പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇവർ വായിക്കുന്നില്ല, ഇവരതൊന്നും കാണുന്നില്ല. സുറിയാനി പാരമ്പര്യം എന്താണെന്ന് അറിയാതെ അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴ്ത്തെന്നുള്ള ഒരു കേവല രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ മാത്രം ബലത്തിൽ അവർ നിൽക്കുകയാണ്. ഞാൻ അതിനെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. കഴിഞ്ഞ വർഷത്തെ ഈ 2023 അല്ല 2022 പുത്തൻകുരിശ് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അതേപ്പറ്റി വളരെ വിശദമായിട്ട് ഇപ്രാവശ്യം പറഞ്ഞില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരും കേൾക്കുന്നില്ല. ഓർത്തഡോക്സുകാർക്കെതിരായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. ഓർത്തഡോക്സുകാർക്കെതിരായിട്ടല്ല, ഓർത്തഡോക്സിയിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഓർത്തോഡോക്സി ഉണ്ട്, ഓർത്തോപ്രാക്സി ഉണ്ട്, ഓർത്തോപാറ്റോസ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് സത്യസഭ ഉണ്ടാകുന്നത്. ഓർത്തോഡോക്സി ഉണ്ട്, ഓർത്തോപ്രാക്സി ഉണ്ട്, ഓർത്തോപാത്തോസ് ഉണ്ട്. ഓർത്തോഡോക്സി എന്ന് പറഞ്ഞാൽ ഡോക്സയാണ്, ഡോക്സോളജിയാണ്. അതായത് പ്രൈസ്, വർഷിപ്പ്, തിയോളജി. അതാണ് ഈ ഓർത്തോഡോക്സി എന്ന് പറയുന്നത്. ഓർത്തോപ്രാക്സിസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാണ്, പ്രാക്ടീസസ് ആണ്. ഓർത്തോപാത്തോസ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. ഇപ്പൊ ഈ മൂന്ന് മേഖലകളിലാണ് ഇത് നേരെയായിട്ട് നിൽക്കേണ്ടത്. അപ്പൊ ഇതങ്ങനെ ഓർത്തോപ്രാക്സി ആകുന്നേ? എഴുന്നേറ്റ് നിന്ന് ചാടുന്നേ, കൈകൊട്ടി തുള്ളുന്നേ, വികൃത ഭാഷകൾ സംസാരിക്കുന്നേ, പെന്തക്കോസ്ത് ഉപദേശങ്ങളുള്ള പാട്ടുകൾ പാടുന്നേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപചയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ബാധിച്ചത് യാക്കോബായ വിഭാഗത്തെയാണ്. ഓർത്തഡോക്സ് വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട്, അല്ലാതെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഒന്നും. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു മെത്രാച്ചനാണ് അവിടെ ഈ അടൂർ ഭാഗത്ത് ഇങ്ങനെ തീ ഇറക്കുന്നത്, അക്നി ഷൂ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ യാക്കോബ് വിഭാഗത്തെയാണ്. പക്ഷെ ഞാൻ രണ്ടു കൂട്ടത്തിലും ഇത്, കാരണം ഞാൻ പെന്തക്കോസ്തിൽ നിന്ന് വന്നതാണ്. ഈ പെന്തക്കോസ്തിൽ പോയതിനെ കുറിച്ച് ഞാൻ അനുദപിക്കാത്ത ദിവസങ്ങളില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ട് ഞാൻ കാണുന്നത്, ദുഃഖം. 25 വർഷം എന്ന് പറഞ്ഞാൽ 25 വർഷം ഞാൻ പാസ്റ്ററായിട്ട് ശുശ്രൂഷിച്ച. അപ്പം അതിൽ കൂടുതൽ വർഷങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഒരു 28 വർഷമെങ്കിലും വേസ്റ്റ് ആയിപ്പോയി എന്നാണ്. അത് അത്രയും ജീവിതത്തിന്റെ റോബസ്റ്റ് പീരീഡ് ഓഫ് ലൈഫ് ഐ വേസ്റ്റഡ് മൈ ലൈഫ് in that dry land, the dry land of spirituality, spiritual dryness. അപ്പൊ നമ്മളിപ്പോ പെന്തക്കോസ്തിൽ നിന്ന് വിട്ടിട്ട് സുറിയാനി സഭയുടെ സൗന്ദര്യവും ശക്തിയും സത്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് അത് പ്രഘോഷിക്കുക. അപ്പൊ നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ ആദ്യകാലത്തൊക്കെ ഈ പെന്തക്കോസ്തിലൊക്കെ പോകാതെ, ഇപ്പൊ ഞങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പൽ കൂട്ടായ്മയൊക്കെ കൂടുന്ന സമയത്ത് ഒത്തിരി ആളുകൾ, അപ്പൊ ഈ ഓർത്തഡോക്സിലൊക്കെ അന്ന് തൊട്ട് ഓർത്തഡോക്സ് ആദ്യം മുതൽ നിന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഇച്ചിരി വെയിറ്റിലാണ് ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ ആ ഒരു ബഹുമാനം അവർക്ക് കൊടുക്കുകയും ചെയ്യും. അവരൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് ഒരു ചെറിയ കുറ്റബോധവും ഒരു നാണവും പിന്നെ ഒരു അതിബഹുമാനവും ഒക്കെ ഉണ്ട്. നമ്മുടെ അച്ഛൻ അപ്പൊ അവരതൊക്കെ ഇല്ല, ഞങ്ങളൊന്നും ആദ്യം തൊട്ട്. ഇപ്പൊ യാക്കോബായിൽ ആദ്യം തൊട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ എപ്പോഴും ഒരു പ്രാമുഖ്യമുണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിൽ പോയി ഒരു പേര് ദോഷം വന്ന് തിരിച്ചു വന്നവരാണ്. ഈ റിഹാബിലേറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആദ്യം തൊട്ടിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ സ്ഥിതി മാറി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഞങ്ങളിങ്ങനെ പറമ്പിൽ പോയി തൂറി ആകെ നാറി പിന്നെ കഴി
ഞങ്ങൾ നല്ല വൃത്തിക്ക് കഴുകി തിരിച്ചു വന്നിരിക്കുക. പക്ഷെ ഇതിനകത്തിരിക്കുന്നവരൊക്കെ ശകലിച്ച് നിക്കറെ തൂറിച്ചിരിക്കുക. ഞാൻ ഈ നിക്കറെ തൂറി എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ഓർക്കും ഇതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഭാഷയാണ്. അങ്ങനെ തൂറി എന്ന് എഴുതി അരുന്ധതി റോയ്ക്കാണ് ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയത്. അവരെല്ലാവരും എടുത്തോണ്ട് വന്നേ. അപ്പൊ അരുന്ധതി റോയ് എഴുതിയ കുഴപ്പം. ഇതെല്ലാം ഇപ്പം അങ്ങനെ എന്നല്ല, ഈ ഭാഷകളെല്ലാം സ്വീകാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്ന കാണുമ്പോ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ എന്ന് പറയുന്ന ആളുകൾ പെന്തക്കോസ് പാട്ടാ പാടുന്നത്. പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ചു വന്ന ഒറ്റ വ്യക്തി അവരുടെ പാട്ടുകൾ പാടുകയോ ആ രീതി പ്രാർത്ഥിക്കുകയോ, കാരണം ഞങ്ങൾ അതിനെ വെറുത്തുപേക്ഷിച്ചു. അതിന്റെ അപചയം എന്താണ്, അതിന്റെ വൈരുദ്ധ്യം എന്താണ്, അതിന്റെ പരാജയം എന്താണ്, അതിന്റെ പോരായ്മ എന്താണ് എന്ന് മനസ്സിലാക്കി വ്യക്തമായി സുറിയാനി സഭയുടെ പ്രാർത്ഥനയുടെയും ആരാധനാക്രമത്തിന്റെയും മൂല്യം എന്താണ്, വിശേഷത എന്താണ്, ശ്രേഷ്ഠത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരിക. അതുകൊണ്ട് പെന്തക്കോസ്റ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഈ ഒറ്റ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാലും ഒരു വ്യക്തിയും യേശു ദൈവമാണ്, യേശുവാണ് ഞങ്ങളുടെ ദൈവം എന്നൊന്നും പറയത്തില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്നവർ പറയും. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്നവർ പറയും. കാരണം അതല്ല പെന്തക്കോസ്തിൽ. അത് മനസ്സിലാക്കിയിട്ടാ തിരിച്ചു വന്നത്. അതുകൊണ്ട് ഞങ്ങളാരും അങ്ങനെ പറയില്ല. ഞാനടക്കം പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരു വ്യക്തി പറയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ, ഓർത്തഡോക്സ് നിൽക്കുന്ന മെത്രാന്മാരെ ഹെട്രോഡോക്സിക് സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു. അതാണ് സ്ഥിതി. ഈ പെന്തക്കോസ്തുകാരനെ വിളിച്ച് പഴയ സെമിനാരി ക്ലാസ് എടുപ്പിക്കുന്ന വിധത്തിൽ അവർ അതപ്പൊതിച്ചു. നിങ്ങളുടെ ഇടയിൽ ജ്ഞാനികൾ ആരും ഇല്ലയോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നതല്ലേ. ഓർത്തഡോക്സിൽ മരുന്നിന് പോലും ഒരാൾ എടുക്കാനില്ലായിരുന്നു. പെന്തക്കോസ്തുകാരനെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ആ തമാശ? അപ്പൊ ഞാൻ പറഞ്ഞ അത്രത്തോളം അതപ്പൊതിച്ചു. പെന്തക്കോസ്തു പാട്ടുകൾ പാടുന്നു, പെന്തക്കോസ്തു പ്രാക്ടീസുകൾ ചെയ്യുന്നു, പ്രൊട്ടസ്റ്റന്റ് വ്യൂ പോയിന്റ് വെച്ചു പുലർത്തുന്നു. അപ്പൊ ഈ രീതിയിലുള്ള അപചയങ്ങൾ, അപ്പൊ അതിനകത്ത് ഇപ്പോ ഈ യേശുക്രിസ്തു വരുമ്പോ അവിടെയുള്ള ജാതികളുടെ ആരാധന സമ്പ്രദായങ്ങളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച് യേശുക്രിസ്തു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ അറിഞ്ഞ, കാരണം മുസ്ലിങ്ങളെ പറ്റി യേശുക്രിസ്തു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച് യേശുക്രിസ്തു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഞാൻ കാണിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മറ്റാളുകൾ കാണുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു എക്സിബിഷൻ ആക്കുക. ഇത് മുസ്ലിങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓടുന്ന ട്രെയിനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, പറക്കുന്ന വിമാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമായി തീരും. വഴി സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ട്രാഫിക് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ചുറ്റും നിന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് എന്തോ നേടിയ പോലെ പോവുകയാണ്. യേശുക്രിസ്തു അന്നേ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. മനസ്സിലായി? യേശുക്രിസ്തു പറഞ്ഞ് കേൾക്കാനുള്ള ബാധ്യത മുസ്ലിങ്ങൾക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഈ തരത്തിലുള്ള അപചയങ്ങളെ കർത്താവ് അന്നേ ചൂണ്ടിക്കാണിച്ചു. സമസ്തത്തെയും സമസ്ത കാര്യങ്ങളെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് വായിക്കണം, സൂക്ഷിച്ച് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പെന്തക്കോസ്തുകാരുടെ അപചയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ ഈ റെജി ശാസ്താംകോട്ട എന്ന് പറയുന്ന പാസ്റ്റർ വിളിച്ചു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ
പറഞ്ഞത്. യേശുക്രിസ്തു ഈ കാര്യങ്ങളെല്ലാം ഈ മലയിലെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അടുത്തത് യേശുക്രിസ്തു പറഞ്ഞ കാര്യം, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. മച്ച് സ്പീക്കിംഗ്, they think that their prayer shall be heard because of their much speaking. അവരൊത്തിരി ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും എന്നാണ്. ഇതാണ് പെന്തക്കോസ്തുകാരെ പറ്റി യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെന്തക്കോസ്തുകാരെ പറ്റി യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ലേ എന്ന് നിങ്ങൾ വിഷമിക്കല്ലേ, പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഒരു ബെല്ലും പ്രയോഗിക്കുമില്ലാതെ ഒരർത്ഥവും ഇല്ലാതെ അങ്ങ് പോവും, അങ്ങ് തുടങ്ങുകയാണ്. മിക്കവാറുമാണ് ഈ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്ക് മാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. പിന്നെ നീ വീണ്ടും ഞങ്ങളെ കൂട്ടി വരുത്തിയല്ലോ കർത്താവെ, കൂട്ടി വരുത്തുവാൻ നിനക്ക് കരുണ തോന്നിയല്ലോ കർത്താവെ. നീ ഞങ്ങളെ കൂട്ടി വരുത്തിയതിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. ഇനി ഞങ്ങൾ മാറിയിരിക്കുന്ന ഈ കുടുംബത്തിന്റെ നാഥനെ മോനച്ചനെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. മോനച്ചന്റെ അവസ്ഥകളൊക്കെ കർത്താവെ നീ അറിയുന്നല്ലോ. കർത്താവിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു, കർത്താവിന് ട്യൂഷൻ കൊടുക്കുന്നു, കർത്താവിന് ഡയറക്ഷൻസ് കൊടുക്കുന്നു, കർത്താവിനെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അന്നേരത്തേനും ചുറ്റും നിൽക്കുന്ന ഓ ഗിരി 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 ഓ ഗിരി 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 ഓ ഗിരി 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 ഇങ്ങനെ 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 ഗിരി 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 ഗിരി. അപ്പൊ ഈ പ്രാർത്ഥനയുടെ നീളം അങ്ങോട്ട് കൂട്ടി 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 കർത്താവിന് കൊടുക്കുക ഇൻഫർമേഷൻ. എനിക്ക് പരിചയമുള്ള ഒരാൾ ഈ കഴിഞ്ഞ ദിവസം പറയാണ്, പുള്ളിയുടെ പെങ്ങടെ വീട്ടിൽ ചെല്ലുന്ന സമയത്തെല്ലാം അവർ ഈ ഓർത്തഡോക്സുകാരാ, കൗമാ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഇത്തരത്തിലുള്ള അഭ്യാസമുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥന എന്നാണ് പറയുന്നത്. ഇത് മാർത്തോമാ സഭയെ കൂടെ കയറി ഓർത്തഡോക്സുകാരെ യാക്കോബക്കാരെ പിടിച്ച ഒരു ഭൂതമാണ് സമർപ്പണ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഇതൊക്കെ നിന്റെ ആവശ്യത്തിനുള്ള എല്ലാ പ്രാർത്ഥനയും ലിറ്റർജിയിലുണ്ട്. നിത്യപ്രാർത്ഥനാക്രമത്തിൽ അന്നത്തെ സന്ധ്യാ നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ എല്ലാമായി കഴിഞ്ഞു. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് പോരല്ലോ, ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്തി ഒന്നുകൂടെ ഒന്ന് നമുക്ക് പറയണം. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? സംശയം. അത് ഏറ്റോ, അത് മതിയോ, അത് ഇനഫാണോ, അതോ ഇനി അല്പം കൂടെ വേണോ എന്ന് തോന്നുന്നതിന്റെ പേരാണ് സംശയം. ഞാൻ 2 വാക്കാണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്, നിങ്ങളത് മനസ്സിൽ കുറിക്കുക. ഡൗട്ട് ആൻഡ് ഫിയർ. സംശയവും ഭയവും. ഇതാണ് പെന്തക്കോസ്തുകാരെ ഡ്രൈവ് ചെയ്യുന്നത്. പെന്തക്കോസ്റ്റൽസ് ആർ ഡ്രിവൺ ബൈ 2 ഫോഴ്സസ്. ഫസ്റ്റ് വൺ ഫിയർ, സെക്കൻഡ് വൺ ഡൗട്ട്. ഈ പെന്തക്കോസ്തുകാർ മുഴുവൻ സംശയം കൊണ്ടും ഭയം കൊണ്ടും നയിക്കപ്പെടുന്നവരാണ്. ഇന്ന് കരിസ്മാറ്റിക്കിലൂടെയും ശക്തി കൂട്ടായ്മകളിലൂടെയും ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും തഥൈവ അവരും ഭയത്താലും സംശയത്താലും നയിക്കപ്പെടുന്നു. എന്നാൽ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ, ആരാധനാക്രമത്തിൽ, ദൈവശാസ്ത്രത്തിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി സംശയത്തിലും ഭയത്തിലും അല്ല ഡ്രിവൺ ചെയ്യപ്പെടേണ്ടത്. ഇതാണ് വ്യത്യാസം. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ്. കുറെ കൂടെ ഉച്ചത്തിൽ ആയിക്കോട്ടെ, പോരാ. ഒരു മെത്രാച്ചൻ നിന്ന് പറയുന്നത് കണ്ട ലജ്ജ വരും. പോരാ, ഈ ശബ്ദം പോരാ, ഉയരട്ടെ. പെന്തക്കോസ്ത് ശബ്ദമാണ്. ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ആ മെത്രാച്ചൻ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ചർച്ചക്കാർ വലിയ ശമ്പളത്തിന് വിളിച്ചത്. എന്നാൽ ഓർത്തഡോക്സ് സഭയെന്ന് അങ്ങനെ ആരും വലിയ ശമ്പളത്തിന് വിളിക്കത്തില്ല. ഓർത്തഡോക്സ് സഭയല്ല. വലിയ ശമ്പളത്തിന് ഒരു ഓഫർ വന്നായിരുന്നു. അത് വേണ്ട എന്ന് വെച്ച് ത്യാഗപൂർവ്വം താൻ ഇങ്ങോട്ട് വന്നതാണ്. വലിയ ശമ്പളത്തിന് ആരായിരിക്കും വിളിച്ചത്? വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് ആരാ വിളിച്ചത്? അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം. അമേരിക്കയിൽ വലിയ ശമ്പളത്തിന് പാസ്റ്റർഷിപ്പ് ഓഫർ ചെയ്യുന്ന 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് സദേൺ ബാപ്റ്റിസ്റ്റും, പിന്നെ ഉള്ളത് വണ്ണസ് പെന്തക്കോസ്തുകാരാണ്, യേശുനാമ സഭക്കാരാണ്. സദേൺ ബാപ്റ്റിസ്റ്റുകാര് അവരുടെ സ്ട്രിക്റ്റ് അഡ്ഹറൻസിന് മാത്രമേ ആ ഓഫർ കൊടുക്കത്തുള്ളൂ. അപ്പൊ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഓഫർ കൊടുക്കുന്ന അമേരിക്കയിൽ ഏറ്റവും സാധ്യതയുള്ളത് വണ്ണസ് പെന്തക്കോസ്തുകാർക്കാണ്. യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന വിഭാഗക്കാരാണ്. ഇപ്പൊ ഈ മെത്രാച്ചൻ ആരെ ഓഫർ കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നും അങ്ങനെ ഒരു ഓഫർ വരത്തില്ല.
ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഒരു ഓഫർ തനിക്ക് കിട്ടിയായിരുന്നു താൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആരാ കൊടുത്തത്? അപ്പോ ഈ ചുമ്മാ ഒരാൾക്ക് ഓഫർ കൊടുക്കുമോ? അവരുമായിട്ട് സഹകരിക്കുകയും അവരുടെ പ്രാർത്ഥനകളിൽ ചെല്ലുകയും അവരുടെ സഭകളിൽ ചെന്ന് സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ ഓഫർ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അമേരിക്കയിലെ പഠനകാലത്ത് അങ്ങനെയുള്ള ഏതോ ഹെട്രോഡോക്സ് വിഭാഗവുമായി അസോസിയേറ്റ് ചെയ്തിരുന്നു എന്ന് സ്വന്തമായിട്ട് സാക്ഷ്യം പറയുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നിട്ടാണ് തിയോട്ടോക്കോസിനെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയോട്ടാരും തിയോട്ടോക്കോസിനെ പഠിപ്പിക്കാൻ വരണ്ട. തിയോട്ടോക്കോസിനെ പറ്റിയൊക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിയോട്ടോക്കോസിനെ പറ്റിയൊക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹെട്രോഡോക്സ് പ്രാക്ടീസസ്, ഹെട്രോഡോക്സ് വിശ്വാസങ്ങൾ. അപ്പൊ പെന്റക്കോസ്റ്റിലെ ഈ ഇവർ ഒച്ചത്തിൽ വിളിക്കുക, കുറെ കൂടെ ഒച്ചത്തിൽ വിളിക്കുക. എന്തിനാ? ദൈവം കേൾക്കാൻ. ഡൗട്ടാണ്, ദൈവം കേട്ടോ, ഇത് മതിയോ? അപ്പൊ ആ റജി പൈലിപ്പിള്ള എന്ന് പറഞ്ഞ, സോറി അവന്റെ പേര് മറന്നുവല്ലോ, റജി ശാസ്താങ്കോട്ട എന്ന് പറഞ്ഞ ആ പാസ്റ്റർ വിളിപ്പിക്കുകയാണ്, അന്ധനായ ബർത്തിമായി യെരിഹോവിന്റെ വഴിയിൽ ഇരിക്കുമ്പോൾ, ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പോകുന്നു. വലിയ പുരുഷാരത്തിന്റെ നടുവിലൂടെ യേശു പോകുന്നു എന്ന് അറിവ് കിട്ടിയപ്പോ യേശു എവിടെയാണെന്ന് അറിയത്തില്ല. അതായത് അന്ധനാണ്, അതായത് ഒരു പിച്ചക്കാരനായിട്ട് വഴിയിലിരിക്കുക, പുരുഷാരമുണ്ട്, വലിയ ആരവാരമുണ്ട്. അപ്പൊ ഈ ആരവാരത്തിന് മുകളിലൂടെ യേശു കേൾക്കാൻ വേണ്ടി ബർത്തിമായി ഒച്ചത്തിൽ വിളിച്ചു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയില്ല. ഉച്ചത്തിൽ വിളിച്ചു, യേശുവേ എന്നോട് കരുണ തോന്നണമേ. ഇതാണ് മോഡലായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇത് പറ്റിട്ട് പറയാ, ഇതുപോലെ നിങ്ങളും വിളിച്ചോ. അപ്പൊ പെന്തക്കോസ്തുകാരായിട്ടുള്ള ആളുകള് മനസ്സിലാക്കണം, നിങ്ങളെ ആരാണെന്നാ നിങ്ങളോട് പറയാൻ. നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ കർത്താവിന്റെ സ്വന്തമാണ്, നിങ്ങൾ കർത്താവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഈ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ആക്ച്വാലിറ്റി പറയാണ്, നീ കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനും, വഴിയരികിൽ ഇരിക്കുന്നവനും, ഭിക്ഷ യാചിക്കുന്നവനും, അന്ധനുമായ ഒരു വ്യക്തിയാണ്. ഇതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം നീ ദരിദ്രനും കുരുടനും നഗ്നനും അരിഷ്ടനും ആകുന്നു. പെന്തക്കോസ്തുകാർക്കുള്ള ദൂതാണ്. റജി ശാസ്താങ്കോട്ട എഴുതിയെടുത്ത് പഠിച്ചോ, വെളിപ്പാട് 3 വായിച്ചാൽ മതി. നീ നഗ്നനാണ്, നീ കുരുടനാണ്, നീ ദരിദ്രനാണ്, നീ അരിഷ്ടനാണ്. വളരെ വ്യക്തമായിട്ട് പറയാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ ഒച്ച വിളിച്ചോളാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മഴ പെയ്തപ്പോൾ നീലക്കുറുക്കന്റെ നിറമെല്ലാം ഒലിച്ചുപോയി, ഇത് വെറും കുറുക്കനാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ ആത്മീയ പാപ്പരത്വം വെളിപ്പെട്ട ഒരു ദിവസമാണ് തിരുവല്ലായിലെ യോഗം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവന്മാരുടെ ആ പൊള്ളത്തരം വെളിപ്പെട്ടല്ലോ. The day which revealed their hollowness. വെരി ഗുഡ്. നിങ്ങളുടെ പൊള്ളത്തരം വെളിപ്പെട്ടു. കാരണം ഒച്ച കൂവിക്കൊള്ളാണ്. ഞങ്ങളുടെ യേശുവായിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമുള്ളവൻ അങ്ങനെ കൂവില്ല, അങ്ങനെ കൂവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് നിങ്ങളുടെ പൊള്ളയായ അവകാശവാദമാണ്. അപ്പം മെത്രാച്ചൻ പിള്ളേരെ കൊണ്ട് കൂവിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാന്നാര് പറഞ്ഞു? കുറെ കൂടെ ഒച്ച കൂവിക്കൂ. അത് പെന്തക്കോസ്തുകാരുടെ ചിന്ത, ഒച്ച കൂവിക്കൂ. എന്തിനാ കൂവുന്നേ? റജി ശാസ്താങ്കോട്ട പറയാ, പോരാ, ഒച്ചത്തിൽ അലറൂ. അപ്പൊ ഇവർക്കെല്ലാം ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്ത ആളുകൾക്ക് ഒച്ച കൂടണം, ഒച്ചത്തിൽ അലറണം. ഞാനത് ഇന്നലെ അതിനെപ്പറ്റി പറഞ്ഞു. ഈ ഹൃദയങ്ങൾ തമ്മിലുള്ള ആ അകലം കൂടുമ്പോൾ ശബ്ദമുയരും. മനുഷ്യർ തമ്മിലും അങ്ങനെയാണ്. പിണക്കം വരുമ്പോൾ ഒച്ച കയർത്ത് സംസാരിക്കും. കാരണം ഹൃദയങ്ങൾ അകന്നു എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവാണേലും ഒച്ച എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം അകന്നുണ്ട. ഹൃദയം അടുത്താണ്, അത്ര ഒച്ച വെക്കണ്ട, സ്ലോയിൽ പറഞ്ഞാൽ മതി, താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. ഇന്റിമസി വരുന്ന സമയത്ത് ശബ്ദം താഴും. കൂടുതൽ ഇന്റിമസി ആണെങ്കിൽ വളരെ താഴ്ന്ന ശബ്ദത്തിലായിരിക്കും. വളരെ ഹൃദ്യമായും
വളരെ കാവ്യാത്മകമായും ദൈവത്തോട് സംസാരിക്കുന്ന, കാതിൽ തേന്മഴയായി പാടു പൂങ്കുയിലേ എന്ന് പറയുന്ന വിധത്തിലാണ്, ഹൈലി പോയറ്റിക്കൽ ആണ് സുറിയാനി സഭയുടെ ലിറ്റർജി. അതിൽ നിന്നും വിഭിന്നമായി രൗദ്രസംഗീതം, മണറാട് പള്ളിയുടെ അകത്ത്, ഇപ്പൊ യാക്കോബക്കാർ കൈവശം വെച്ചിരിക്കുന്ന പള്ളിയാണല്ലോ, അപ്പൊ അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ട്. പരിമല പള്ളി ചെന്നപ്പോ അവിടെയും കേട്ടായിരുന്നു ആ പാട്ട്. അപ്പൊ ഇവരൊക്കെ ഇതൊക്കെയാണ്, കാരണം ഈ രൗദ്ര സംഗീതമാണ്, താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ, ആസുരതാളത്തിന്റെ അകമ്പടിയാണ്, ഭയങ്കര ഭീകരമായി പാടുകയാണ്. ഹൃദയങ്ങൾ അകന്നു പോകുന്നതിന്റെ ഉച്ചത്തിൽ അലറി വിളിക്കുക. ഒച്ച പോരാ. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞോ പോരെന്ന്? ദൈവം പറഞ്ഞോ പോരെന്ന്? നിന്റെ ഒച്ച പോരെന്ന്? ഹൃദയത്തിന്റെ ഉൾപ്പുവുകളെ ആരാഞ്ഞറിയുന്നവൻ, ദൈവം തന്റെ കാതുകളെ നിന്റെ അധരങ്ങളിലേക്ക് ചേർത്ത് വെച്ചിരിക്കും. ഫോണിൽ കൂടെയൊക്കെ പറയത്തില്ലേ, സംസാരിക്കുന്ന ശബ്ദം താഴ്ത്തി സംസാരിക്കും. അതിനേക്കാൾ സെൻസിറ്റീവാണ് ദൈവത്തിന്റെ കാതുകൾ. ദൈവം നിന്നെ കേട്ടോണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയുന്നുണ്ട്. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്തെ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇതാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ്. എന്തു കോൺഫിഡൻസ്? കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പ്. കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ് ഈസ് നോൺ ആസ് ഫെയ്ത്ത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിലുള്ള ഉറപ്പാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി പെന്തക്കോസ്തുകാർക്ക് ഇല്ല എന്നാ ഞാൻ പറഞ്ഞു. മനസ്സിലായി? ദൈവ സ്നേഹത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കാണ്, വിശ്വാസത്തിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. അപ്പൊ ദൈവ സ്നേഹത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ആ റജി ശാസ്താംകോട്ട പറയത്തില്ലായിരുന്നു, ബർത്തിമായി കാറി പോലെ കാറിക്കോടാ, ഒച്ചയെ കാറിക്കോ. ഇതിനെ കാറിനെ തന്നെ വീട്ടിൽ ഇരുന്ന് കാണാൻ പറ്റില്ല, ഇവന്റെ ഒരു കോച്ചിങ് വേണോ? ചില ആളുകൾക്ക് ഇപ്പം എക്സർസൈസ് ചെയ്താൽ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോച്ച് വന്ന് നിന്നാലേ എക്സർസൈസ് ചെയ്യത്തുള്ളൂ. അപ്പൊ വീട്ടിലിരുന്ന് കാണാൻ പറ്റാത്തതിന് തിരുവല്ലായി കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിരുന്ന് റജി ശാസ്താംകോട്ടയുടെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും കാറുക. റെഡി, 1 2 3 കാറിക്കോ, യേശുവേ. ജാതികളെ പോലെ വിളിപ്പിക്കുകയാണ്. ഒച്ചവിളി, യേശുവേ. അപ്പൊ ഇവിടെ മെത്രാച്ചൻ, ഒച്ച പോരാ, സാമ്പാർ ഇഡ്ഡലി ഒന്നും പോരാ, കൂയിക്കോ, ഒച്ച കൂയിക്കോ. എന്തിനാ ഈ കിടന്ന് കൂവുന്നേ? ഡൗട്ട്, ലാക്ക് ഓഫ് ഇന്റിമസി. അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം. ആ ഉറപ്പുള്ളവര് കിടന്ന് കാറിന്റെ ആവശ്യമില്ല. സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ. നമ്മൾ ഈ ഒത്തിരി കിടന്ന് അലറേണ്ട ആവശ്യമില്ല. ഞാനത് അതിനൊക്കെ ഉണർവിനല്ല, അത് ദൈവവിശ്വാസമില്ലാത്തതുകൊണ്ട്. ദൈവസ്നേഹത്തിലുള്ള ഉറപ്പ് ഫെയ്ത്ത് ആണ്. അതാണ് ഫെയ്ത്ത്. ദൈവസ്നേഹത്തിൽ ആ ഉറപ്പുണ്ടെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങളുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എവരിത്തിങ്. അപ്പൊ ഇതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ GPS കണക്ഷൻ ഉണ്ട്. ഇപ്പം പഴയ കാലത്തൊന്നും അത്ര, ഇപ്പൊ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ഉദാഹരണം പറയാം, അപ്പൊ GPS മോണിറ്റേർഡ് ആണ്. ഇപ്പൊ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും കാണുന്നില്ല.
പക്ഷേ 30,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നീ കാറിൽ പോകുമ്പം ആ കാറിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് 1/2 മീറ്റർ പോലും എറർ ഇല്ലാതെ നിന്റെ കാറ് കൃത്യം ലൈനിലൂടെ പോകുന്ന ഇടത്തോട്ട് പോ വലത്തോട്ട് പോ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. നീ ചെല്ലുമ്പോൾ 1/2 മണിക്കൂർ ആകുമ്പം 1/2 മൈൽ മുന്നിൽ കിടക്കുമ്പോഴാണ് പറയുന്നത് നീ ഇടത്തോട്ട് തിരിയണം. അല്ല, നേരത്തെ അത് പറയുന്നില്ല. 40 മൈൽ മുമ്പേ 40 മൈൽ കഴിഞ്ഞ് വലത്തോട്ട് തിരിയണമെന്ന് GPS പറയുമോ? ഇല്ല. നിങ്ങൾ ആ തിരിയുന്നതിന് 1/2 മൈൽ മുമ്പ് അടുത്ത് വരുമ്പോഴാണ് നിങ്ങളോട് പറയുന്നത് ടേൺ ലെഫ്റ്റ്, അല്ലേ? ആഫ്റ്റർ ഹാഫ് മൈൽ ടേൺ ലെഫ്റ്റ്. അല്ല, അങ്ങനെ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഇൻ ദ ടെക്നോളജി, അപ്പൊ ആ ടെക്നോളജിയിലുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങളൊന്നും മുന്നും ചിന്തിക്കാതെ. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ GPS ഇല്ല. GPS ഇറങ്ങുന്നതിന് മുമ്പ് അറ്റ്ലസ് എടുത്തു വെക്കും. അപ്പൊ US റോഡ് അറ്റ്ലസ് വലിയ ബുക്കാണ്. അത് എടുത്തു വെച്ച് എവിടെയാ പോകേണ്ടത് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും നമ്മുടെ ഡെസ്റ്റിനേഷനും നോക്കി ഏതൊക്കെ ഹൈവേസ് ആണ് എടുക്കേണ്ടത്, ഓൾട്ടർനേറ്റ് ഹൈവേസ് ഏതൊക്കെയാണ്, ജംഗ്ഷൻസ് ഏതൊക്കെയാണ്, റോഡ് ഏതൊക്കെയാണ്, ഇത് മുഴുവൻ ഇരുന്ന് നല്ലപോലെ എഴുതി പേപ്പറിൽ എഴുതി ലിസ്റ്റ് ഉണ്ടാക്കി സകലതും റെഡിയാക്കി വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. GPS വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ട് ഇതിൽ ട്രസ്റ്റ് ചെയ്യാം. ഈ കമ്പനിയിൽ, ഈ സാറ്റലൈറ്റ് ടെക്നോളജിയിൽ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ GPS കൊടുക്കുന്ന ആ വിശ്വാസത്തിന്റെ 1000-1 പോലും റജി ശാസ്താംകോട്ടയുടെ നേതൃത്വത്തിൽ കൂകി വിളിച്ച പെന്തക്കോസുകാർക്കില്ല. അതാ കിടന്ന കാർ ഇത്. യേശുവേ, ഇതിനെയാണ് ഓർത്തഡോക്സുകാർ അനുകരിക്കുന്നത്, യാക്കോബായക്കാർ അനുകരിക്കുന്നത്. ഈ പെന്തക്കോസ്ത ഇത് കാരണം ഇതാണ് എന്തോ ശ്രേഷ്ഠമാണ്, ഭയങ്കര സംഭവം തന്നെ, എന്തൊരു കാർച്ചയാണ്, കാളച്ചന്തയിലെ ശബ്ദം പോലെ അവിടെ നിന്ന് കേൾക്കുന്നല്ലോ, അതാണ് അനുകരണീയം, അതാണ് അഭിലഷണീയം എന്ന് ചിന്തിക്കുകയാണ്. ഒച്ച കാറിക്കോ, കാറി കഴിയുമ്പോ കേൾക്കും. അപ്പൊ അത് ഹൃദയങ്ങൾ അകന്നു പോയി എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് ഇങ്ങനെ തന്നെ ചൊല്ലണമെന്നാണ് എഴുതിക്കുന്നത്. When you pray, say. When you pray, say. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് ദിനം പ്രതി തരണമേ. ഡെയിലി ബ്രെഡ് എന്നാണ്, ഞങ്ങളുടെ ഡെയിലി ഫുഡ് എന്നല്ല. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കടപ്പെട്ടിരിക്കുന്ന ഏതിനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. അപ്പൊ ഇതാണ് പ്രാർത്ഥന. യേശുക്രിസ്തു പറയാണ്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ ജാതികൾ വിചാരിക്കുന്നത്. സോ ദിസ് ഈസ് ഇനഫ് ആൻഡ് മോർ ദാൻ ഇനഫ്. നിങ്ങളൊരു സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം വരുന്നില്ല, സ്വസ്ഥത വരുന്നില്ല, പോരാ അച്ചായ ഒന്ന് പ്രാർത്ഥിച്ച അച്ചായ, അമ്മാമ്മ പറയാണ്. അപ്പൊ അച്ഛാ, സ്തോത്രം 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 കർത്താവി, സ്തോത്രം 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 കർത്താവി. അന്നത്തേനും കർത്താവ് ഇങ്ങനെ ഈ സുരാജ് വഞ്ഞാറും കൂടെ ഒക്കെ വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുളിര് കൊണ്ട് ഈ നിങ്ങളുടെ വീടിന്റെ അലമാരുടെ സൈഡിൽ കർത്താവ് നിൽക്കുക. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ സാഡായിട്ട് നിൽക്കുക. എന്നിട്ടും കർത്താവിനെ പുകഴ്ത്താൻ തുടങ്ങി കഴിയുമ്പോഴേ കർത്താവ് ഇങ്ങനെ കുളിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. എന്നിട്ടേനും ഒരു അച്ചായ അമ്മാമ എന്നിട്ട് അച്ചായ നിന്ന് സ്തോത്രം 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 കർത്താവ് സ്തോത്രം സ്തോത്രം കർത്താവ് സ്തോത്രം സ്തോത്രം. എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുളിര് കൊണ്ട് അഭിമാനത്തോടെ എന്നിട്ടും കർത്താവ് നീ അറിയുന്നുവല്ലോ കർത്താവ്, ഞാൻ അറിയുന്നുണ്ട് കർത്താവ്, നീ കേട്ടിട്ടുണ്ടോ ആകുമല്ലോ കർത്താവ്.
ആ പ്രാർത്ഥന അവിശ്വാസത്തിന്റെ അടയാളപ്പെടുത്തലാണ്. യു ഹാവ് നോ കോൺഫിഡൻസ് ഇൻ ഹിസ് ലവ്. യേശുക്രിസ്തു നേരിട്ട് പഠിപ്പിച്ച, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ചൊല്ല്, എന്നിട്ട് പറയും ഇതും ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ഇഫ് യു ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, ദിസ് ഈസ് ഇനഫ് ആൻഡ് മോർ ദാൻ ഇനഫ്. നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ 6 വാചകമേ ഉള്ളൂ. ഈ 6 വാചകം ചൊല്ലി അതൊന്നും പോരാ. കാരണം കർത്താവിന് ഇത് പോരാ, കുറെ കൂടെ അങ്ങോട്ട് കോരിക്കോടെ. കർത്താവിന് ഇത് പോരാ എന്നാര് പറഞ്ഞു? കർത്താവ് പറഞ്ഞോ? കർത്താവ് പറഞ്ഞു ഇത് പോരെന്ന്? കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഇത് മതി എന്നാണ്. അപ്പൊ അതിഭാഷണത്താൽ ഉത്തരം കിട്ടും. അപ്പൊ 2 കാര്യമാണ്, ഈ ഒച്ച കടന്ന് അലറുക, ഒരുപാട് നേരം അലറുക. ഇത് രണ്ടും വിശ്വാസമില്ലാഴികയുടെ അടയാളമാണ്, വിശ്വാസമില്ലാത്തതിന്റെ ലക്ഷണമാണ്. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പി: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയ്ക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു, ആമേൻ. അപ്പൊ ഇത് യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾ അധികമായി പ്രാർത്ഥിക്കേണ്ട, ഇത് പ്രാർത്ഥിപ്പി. ദിസ് ഈസ് ദ കൗൺസിൽ ഓഫ് ഗോഡ്. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ഉപദേശം, ഇതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അതിന് പകരമാണ് ഈ സംശയാലുക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. അപ്പൊ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ യാക്കോബായിലെ കൂട്ടായ്മക്കാരൊക്കെ എന്തോ വിശ്വാസികളാണോ, വിശുദ്ധരാണോ, ആത്മീകരാണോ, എന്തോ ദൈവത്തോട് അടുത്തവരാണെന്നോ. തെറ്റ് തെറ്റ് തെറ്റ്. അവര് സംശയാലുക്കളാണ്. They lost their faith in God. They have no confidence in the love of God. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എണ്ണി അറിയുന്നു. ചുമ്മാ പാടുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഇങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞാണ്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തലമുടികളുടെ എണ്ണം വരെ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ശാന്തനായിരിക്കുക, ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യാതെ. ഇത് പറ്റത്തില്ല. അപ്പൊ ഈ സംശയാലുക്കള് ഇതൊന്നും പോരാ. അപ്പൊ അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി കൂടോത്രം ചെയ്യുന്നത് പോലെ അവര് കർത്താവേ ശാന്തമ്മയുടെ യാത്രക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ മോളമ്മയുടെ പ്രസവത്തിനായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ സ്തോത്രം, ഇന്ന് കൈകൊട്ടുക. ഓരോ താടനവും സംശയത്തിന്റെ അടയാളപ്പെടുത്തലാണ്. നീ ഇരുന്ന് കൈകൊട്ടും, നിനക്ക് സംശയമുണ്ട് ദൈവത്തിൽ, ദൈവ സ്നേഹത്തിൽ സംശയമുണ്ട്. അതിനാണ് ഈ കൈകൊട്ടുകയും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. ആത്മീയതയൊന്നും അല്ല, വിശുദ്ധിയൊന്നും അല്ല. നല്ല സംശയവും ഭയവും നിങ്ങൾക്കുണ്ട്. ഫിയർ ആൻഡ് ഡൗട്ട്. നിങ്ങൾക്ക് സംശയവും ഭയവുമുണ്ട്. നിങ്ങളുടെ സംശയവും ഭയവുമാണ് ഈ കോമാളിത്തരത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായോ? യു ആർ നോട്ട് സ്പിരിച്വൽ, യു ആർ നോട്ട് ക്രിസ്ത്യൻസ്. അപ്പൊ ഇതൊക്കെ വിജാതീയരായ ആളുകളുടെ ഇടയിൽ ഇത്തരം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന യേശുക്രിസ്തു പറഞ്ഞത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ കാലഘട്ടത്തിൽ ആത്മീക പരിവേഷം നൽകി കൂടുതൽ ആത്മീകരായ ആളുകൾ ഇതാ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു എന്തിനെ അപലപിച്ചോ, യേശുക്രിസ്തു എന്തിനെ പരിഹസിച്ചോ, യേശുക്രിസ്തു എന്തിനെ നിരോധിച്ചോ, അതിനെ ബ്രാൻഡ് ചെയ്തിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് മലങ്കരയിൽ വിൽക്കുന്നു. ഇതിനെതിരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് യേശുക്രിസ്തു എന്താണോ ശരിയല്ലെന്ന് പറഞ്ഞത് അതിനെ റീബ്രാൻഡ് ചെയ്ത് യേശുവിന്റെ പേരിൽ തന്നെ വിൽക്കുക. എന്തൊരു വൈരുദ്ധ്യമാണ്! ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഒരു വിസ്കി ഇറക്കുക ഇന്ത്യയിൽ, ആ ഇറക്കുന്ന വിസ്കിക്ക് ഗാന്ധി എന്ന് പേരിടുകയാണ്, എങ്ങനെ ഇരിക്കും?
ഗാന്ധി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോഗോയും വെച്ച് ഗാന്ധി എന്ന് പറഞ്ഞ് വിസ്കി ഇറക്കിയാലോ? അപ്പൊ അതുപോലെയാണിത്. യേശുക്രിസ്തു എന്തു ചെയ്യരുതെന്ന് പറഞ്ഞു. അതാണ് ഈ കരിസ്മാറ്റിക്കാർ ചെയ്യുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെയും കിടന്ന് കാറുക, കൂവുക, അലറുക, അട്ടഹസിക്കുക, നിലവിളിക്കുക, ഉച്ചത്തി വിളിക്കുക, ഉച്ചത്തി കാർപ്പിക്കുക, ഏറ്റു പറയിപ്പിക്കുക. ഓ യേശുവേ 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 യേശുവേ. കഴിഞ്ഞ ദിവസം സജിത്ത് കണ്ണൂര് ഒരു മീറ്റിംഗിൽ കടന്ന് വിളിപ്പിക്കുന്നുണ്ട്. ഓ വിളിച്ചാട്ടെ യേശുവേ യേശുവേ. എടാ നിനക്ക് നാണമില്ലേടാ? നിനക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടോ? ഈ ഭാഗം ആരെങ്കിലും മുറിച്ച് ആ സജിത്തിനൊന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ അവന്റെ ഫോൺ നമ്പർ ഒന്നും എന്റെ ഇല്ല. അതുകൊണ്ട് ഇത് മുറിച്ച് എടുത്ത് ആ ചായക്കട നടത്തിക്കൊണ്ടിരിപ്പുണ്ടോ അവൻ ചങ്ങനാശ്ശേരി, അവിടെ ഒന്ന് കൊടുത്തേക്ക്. സജിത്തെ, നിനക്ക് എന്തെങ്കിലും നീ എന്തിനീ ആളുകളെ കൊണ്ട് ഈ കാണിക്കുന്നു? യേശുവേ മൈക്ക് വെച്ച് നീ കാറുന്നു, മൈക്കില്ലാതെ ജനം കാറുന്നു. ഏത് യേശു? പൊട്ടനാണോടാ നിന്റെ യേശു? നിനക്ക് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉണ്ടെങ്കിൽ നീ ശാന്തമായിട്ട് അവനെ ടച്ച് ചെയ്താൽ അവൻ സൗഖ്യമാവും. കിടന്ന് കാറിക്കേണ്ട ആവശ്യമില്ല. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉണ്ട്. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉള്ള നീ കിടന്ന് അലറിന്റെ ആവശ്യമൊന്നുമില്ല. കത്തോലിക്ക സഭയിൽ എത്രയോ വിശുദ്ധന്മാർ എന്തോ ഒരു സൗഖ്യങ്ങൾ കൊടുത്തു, കാറിയിട്ടും അട്ടഹസിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾ ഈ കിടന്ന് കാറിന്റെ എന്തിനീ കിടന്ന് കാറുന്നേ? അത് സംശയത്തിന്റെയും ഭയത്തിന്റെയും ലക്ഷണമാണ്. You have no confidence in the love of God. That means you have no faith. Lack of faith. That makes you shout. One shout to ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു ഹീലിംഗോ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കുറഞ്ഞു പോയതുകൊണ്ടാ, നിങ്ങളുടെ ഷൗട്ടിങ് ശരിയാഞ്ഞതുകൊണ്ടാ, നിങ്ങളുടെ നൃത്തം ശരിയാഞ്ഞുകൊണ്ടാ. പൊങ്ങിച്ചാടെ, ഉയർന്നു ചാടേ. ഞാനും ഇത്തരത്തിലുള്ള ഊളത്തര കാണിച്ചോണ്ടിരുന്ന പെന്തക്കോസില്. ഞാനൊക്കെ ഒരു രാത്രി മുഴുവൻ പിശാചിനെ ചവിട്ടിക്കൊല്ലാൻ വേണ്ടി ഞങ്ങളോട് ഒരാൾ പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ ചാടിയതാണ്. പറഞ്ഞു കൂടുതൽ പൊങ്ങിച്ചാടണം, നമ്മൾ എത്രയും പൊങ്ങി താഴോട്ട് വരും, നമ്മുടെ കാല് വന്ന് ഇടിച്ച് പിശാച് വന്ന്. എന്നിട്ട് ഒരു വാക്യവും വായിച്ചു, റോമാലേഖനം 14 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ. ഇപ്പൊ നിങ്ങളുടെ കാലിന്റെ കീഴെ പിശാചിരിപ്പുണ്ട്, പൊങ്ങിച്ചാടിക്കോളാനാണ് പാസ്റ്റർ പറഞ്ഞത്. നമ്മൾ പൊങ്ങിച്ചാടുകയാണ്. ഡേം പണ്ടൊക്കെ അരി ഇടിക്കുന്നവരെ ഇങ്ങനെ പിശാചിന്റെ തല തകർക്കാൻ. ഞാൻ പറഞ്ഞത് അത് സജിത്തായാലും മറ്റേ ശാസ്താംകോട്ട റെജി ആയാലും മറ്റേ മെത്രാച്ചനായാലും ആരായാലും, you guys lack confidence in the love of God. Sorry to say this. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഇതാണ് യാഥാർത്ഥ്യം. കാരണം യേശുക്രിസ്തുവിന്റെ ഉപദേശം ഇതൊന്നും അല്ല. ഗ്ലോറിയസ് ഗോസ്പൽ സത്യം സംസാരിക്കും. സത്യം സംസാരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷെ അപ്രിയ സത്യമായിരിക്കും. സത്യം പലതുണ്ട്, പ്രിയ സത്യമുണ്ട്, അപ്രിയ സത്യമുണ്ട്. ഞങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നില്ല, മനസ്സിലായോ? അത് പ്രിയ സത്യമായാലും അത് പ്രിയസത്യമായാലും അപ്രിയസത്യമായാലും നമ്മൾ സംസാരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. സോ ഈ അട്ടഹാസം, ഈ ശബ്ദായമാനതയിലെ അർത്ഥശൂന്യത, അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവരൊരു ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, അതിന്റെ അർത്ഥശൂന്യതയാണ്, അതിന്റെ പൊള്ളത്തരമാണ്. നിങ്ങൾ അതിൽ വീണു പോകരുത്. ഒരുപാട് സാധുക്കൾ ഇതിൽ വീണു പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടൊന്നും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഡാം തുറന്നു വിട്ട പോലെ പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ചെറിയാച്ചൻ എന്നോട് പറഞ്ഞു, ചെറിയാച്ചൻ പറഞ്ഞു, എനിക്കിതിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഓരോ പക്ഷം തരപൂല ഊര എന്നിങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു വിടുകയാണ്. കർത്താവ് ഈ സഹോദരനായി പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇവന്റെ ജീവിതത്തെ നീ കാണുന്നല്ലോ. ഇങ്ങനെ ഒരു ഞെട്ടിപ്പോ. അപ്പൊ ഇതൊന്നും പറ്റാത്ത ആളുകൾ ഇങ്ങനെ പോയി കൂട്ടായ്മയൊക്കെ രാവിലെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് ഈ കൊട്ടുകയും ബഹളെല്ലാം വെക്കുകയും. അപ്പൊ അവർക്ക് തന്നെ എന്തോ സ്പിരിച്വൽ പീപ്പിൾ. ഇങ്ങനെ സാധാരണ ജീവിതത്തിലൂടെ നടക്കുന്ന ആളുകളൊക്കെ ഇവരെ ഒരു ചെറിയ ആദരവോടെയും തെല്ലു കുറ്റബോധത്തോടെയും പാവബോധത്തോടെയും
സോറി, ലൈവ് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തരത്തിൽ ഒച്ച വെക്കുകയും ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ സ്പിരിച്വാലിറ്റി ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് സ്പിരിച്വാലിറ്റി അല്ല, പ്രത്യേകിച്ച് പൗരസ്ത്യ ആധ്യാത്മികതയുടെ ഭാഗമല്ല, സുറിയാനി സഭയുടെ ആരാധനയ പാരമ്പര്യത്തിൽ പെട്ടതല്ല എന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയുക. അതുകൊണ്ട് സത്യമായതും ഘനമാറിയതും ശ്രേഷ്ഠമായതുമായ മൂല്യങ്ങളിലേക്ക് മടങ്ങുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള വഞ്ചകന്മാരെയും ചൂഷകന്മാരെയും ചതിയന്മാരെയും തിരിച്ചറിയുക. പെന്തക്കോസ്ത് പ്രവണതകളെ പ്രതിരോധിക്കുക. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഘോഷത്തോടും